ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ വർക്ക് അപ്ഡേഷൻ എടുക്കുകയാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യൂ തന്നെയാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നുണ്ടോ. ഒരു ലോർ റിവേഴ്സ് വരുന്നുണ്ട്. ഈ സ്ഥലം നമ്മുടെ ബെർത്തിൻ്റെ സൈഡിലുള്ള പാർട്ടാണ് കേട്ടോ. ബെർത്തിൻ്റെ സൈഡിലുള്ള പാർട്ടിൽ നമ്മൾ നേരത്തെ ബ്രേക്ക് വാട്ടറിന് കിട്ടുന്നത് പോലെ കരിങ്കല്ല് കൊണ്ട് നമ്മൾ വർക്ക് നടക്കുന്നത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഉണ്ടോ. നമ്മൾ ഏതാണ്ട് 3-4 ദിവസങ്ങളായിട്ടുള്ള അപ്ഡേഷൻ എടുത്തിട്ട് ഇപ്പോൾ വർക്ക് വളരെ സ്പീഡിലാണ്. നമുക്കിപ്പോൾ ഇനി അടുത്ത ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കും നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയൊക്കെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ വർക്ക് ഏതാണ്ടൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഉണ്ടോ. ഇപ്പോൾ നിലവിൽ ഒരു കുളം പോലെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഫില്ല് കഴിഞ്ഞാൽ ഒരു ബെഡ് മാതിരി രൂപാന്തരം വരും. അതിന് വേണ്ടിയാണ് ബെർത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നാച്ചുറൽ സ്റ്റോൺ ഡംപ് ചെയ്ത് ഈ ഒരു ലെവലിലാക്കുന്നുണ്ടോ. ബ്രേക്ക് വാട്ടർ പോലെ ലെവലാക്കി ഒരു മതിൽ പോലെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ കടലിലേക്ക് തള്ളിപ്പോകില്ല. ഇവിടെ ബെഡ് പോലെ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു ബെഡ് രൂപത്തിനാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് വർക്ക് കംപ്ലീറ്റ് ആയി നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണും പോലെ ഒരു എക്സ്കവേറ്റർ അപ്പുറത്തുണ്ട്. അത് മാത്രമല്ല ലോറിയും സ്റ്റോണുമായിട്ട് വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല ട്രെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ലൈനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രെഡ്ജിങ്ങിൻ്റെ ആ ഒരു പോർഷനും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അടുത്ത 2-3 വ്യൂയിലേക്ക് പോയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2-3 വീഡിയോ ഉണ്ട്. പോർട്ടിനകത്തുള്ള വ്യൂ നമുക്ക് കാണണം, ബ്രേക്ക് വാട്ടറിൻ്റെ വ്യൂ കാണണം. ഈ 2-3 വ്യൂ ഉണ്ട്. നമുക്ക് സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കണം. ഈ അടുത്തൊരു വ്യൂയിലേക്ക് നമുക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോർട്ടിൻ്റെ ഉൾവശത്തുള്ള വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിതാ കാണുന്ന പോലെ അവിടെ കുറേ സ്റ്റാഫും എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട്. അവർ നമ്മുടെ ഈ പറഞ്ഞ കാൻഡിലിവർ റെയിൽവേൻ്റെ ഗ്രാൻഡ് ക്രെയിനിൻ്റെ പ്രവർത്തനക്ഷമത വർക്കിംഗ് മെത്തേഡും ബാക്കിയുള്ള അസംബിൾ ചെയ്ത പാർട്സുകളെല്ലാം അവർ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് കണ്ട കാൻഡിലിവർ റെയിൽവേൻ്റെ ഗ്രാൻഡ് ക്രെയിൻ D01 ആണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ലോറികളുമായിട്ട് ധാരാളം ലോറികൾ ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി പോകുന്നത് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിനി അടുത്ത് നമുക്ക് പോകുന്നത് പോർട്ടിൻ്റെ അകവശത്ത് നമുക്ക് കാണുന്ന വർക്ക് ട്രെഡ്ജിങ്ങിൻ്റെ മെഷീൻസാണ് ഇവിടെ ഈ സൈഡിലായിട്ട് കാണുന്നത്. അതുമാത്രമല്ല ഷിഫ്റ്റ് ഷോർക്കാൻ കാണാൻ സാധിക്കും. പിന്നെ നമുക്കിനി അടുത്ത് വർക്കായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വർക്കാണ് നമ്മുടെ ഈ പോർട്ടിനകത്തുള്ള റെയിൽസിൻ്റെ വർക്ക് ഉണ്ടോ. നമ്മളീ കാണുന്ന പോർട്ടിനകത്തുള്ള റെയിൽസിൻ്റെ വർക്കാണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയട്ടെ, നമ്മളെ ബെർത്തിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അതായത് ഈ ക്രെയിനൊക്കെ തൊട്ട് ഇപ്പുറത്തായിരുന്നിരുന്നത്. ഇവിടെ നിന്നും നല്ല പോർഷനിൽ തന്നെ ബെർത്തിൻ്റെ കോൺക്രീറ്റ് പണികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം നമ്മൾ എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു മാറ്റം വന്നാലും നമുക്കതിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ ഈ ഷെഡ് പോലെ കെട്ടിയിരിക്കുന്നതെല്ലാം കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയായിരിക്കും. ഇടയ്ക്ക് ബങ്കർ ബോക്സുള്ളതുണ്ടോ, ഈ ബങ്കർ ബോക്സ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല റെയിൽസിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇനിയും ക്രെയിനുകൾ ധാരാളമായി വരാനുണ്ട്. ആ വന്നു കഴിഞ്ഞാൽ അത് ക്രെയിൻസിൻ്റെ സ്മൂത്തായ സർവീസിങ്ങും റണ്ണിങ്ങിനും ആവശ്യമായിട്ടുള്ള ട്രാക്കാണ് ഇവിടെ എല്ലാം പണിതുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടുന്ന് വ്യക്തമായിട്ട് സ്റ്റാഫുകളെയും പണിയും നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതെല്ലാം വളരെ വേഗം നമുക്ക് കാണാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ കാണുന്നതാണ് ബ്രേക്ക് വാട്ടർ ഇൻസ്ട്രക്ഷൻ വർക്ക്. അതും വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രേക്ക് വാട്ടർ എടുക്കാൻ നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നായിരിക്കും ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വ്യൂ ഒക്കെ എടുക്കുന്നത്. ഈ കാണുന്ന ഇവിടെ ഈ വശത്തെല്ലാം നമ്മൾ ഈ കുറച്ചുകൂടി സൂം ചെയ്തിട്ട് ഈ വശത്തെല്ലാം കാണുന്നത് ട്രാക്കിൻ്റെ എക്സ്റ്റൻഷൻ വർക്കാണ് നമ്മൾ കാണുന്നുണ്ടോ. ഇതെല്ലാം ട്രാക്കിൻ്റെ എക്സ്റ്റൻഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബെർത്തിൻ്റെ പണികളും വളരെ സ്പീഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഒരിടത്തും ഒരു ലാഗുമായിട്ട് നമുക്ക് തോന്നില്ല. വർക്കെല്ലാം വളരെ വേഗം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് ട്രാക്കിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നത്. കാരണം അടുത്ത ഷെൻഫോ 15 നമുക്ക് ഡിസംബർ 30 തന്നെ എത്തും. നമ്മൾ എക്സ്പെക്റ്റിംഗ് അറൈവൽ ടൈം 31 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തും ക്രെയിൻ ഉടനെ എത്തും. ഈ ക്രെയിന് ഇപ്പം വന്ന ക്രെയിൻ 10 ക്രെയിനോളം നിലവിൽ നമ്മുടെ ബെർത്തിനകത്തുണ്ട്. അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ട്രാക്കാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് ട്രാക്ക് എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഇടയ്ക്കൊരു ബങ്കറും കാണാം. നമുക്കിനി അടുത്തറിയേണ്ടത് ട്രെഡ്ജ് ചെയ്ത മണലിൻ്റെ ഒരു വ്യൂ ആണ്. നമുക്കിനി അടുത്തൊരു വ്യൂവിൽ പോയാലേ ട്രെഡ്ജിങ്ങിൻ്റെ ആ വ്യൂ കിട്ടുള്ളൂ. പണ്ടത്തെ പോലെ വ്യൂ നമുക്ക് കിട്ടുന്ന പോർട്ടിൻ്റെ ഫുൾ വശം കിട്ടുന്ന വ്യൂ എല്ലാം നമുക്കറിയാമല്ലോ. ഓരോ വ്യൂ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതാ ഈ പോർഷനിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ കുറേ ആൾക്കാരൊന്ന് അതാ പണിയുന്നുണ്ട്. ഇതെല്ലാം ആ പാളത്തിൻ്റെ പണി തന്നെയാണ്. ഞാൻ സ്പീഡിൽ കൊണ്ട് പോകുന്നില്ല. പണി കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുണ്ടോ. ഇതുപോലെയാണ് പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരിടത്തും ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പണികളെല്ലാം പുരോഗമിക്കുന്നത്. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് ട്രെഡ്ജിങ്ങിന്, അതായത് ട്രെഡ്ജ് ചെയ്ത മണൽ എത്രത്തോളം ആയിട്ടുണ്ടെന്നും
അത് എത്രത്തോളം ആ മണൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നും എവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയേണ്ടത്. നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് ട്രെഡ്ജ് ചെയ്ത മണൽ കണ്ടോ, ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരാഴ്ചയ്ക്ക് മുന്നേ കണ്ടിട്ടെങ്കിലും അതെല്ലാം നിരത്തി ലെവൽ ചെയ്ത ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നുണ്ടോ. അതാ നിരത്തി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ കൂടിയിരിക്കുന്നുണ്ടോ, ഇവിടെയൊക്കെ നല്ലതുപോലെ ലെവലായിരിക്കുന്നുണ്ടോ. ബെർത്തിന് പാരലായിട്ട് നമ്മൾ ഈ ബെർത്തിൻ്റെ ആ സൈഡാണ് നമ്മൾ കാണുന്നുണ്ടോ, നല്ലൊരു പാർട്ടായിട്ടുണ്ടോ. ഈ സൈഡെല്ലാം ബെർത്ത് ലെവൽ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു സന്തോഷമായ വാർത്തയാണ്. ഇങ്ങനെയൊരു ലെവലിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും മണൽ കൂട്ടിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ബെർത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഈ ബെർത്തിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, കല്ല് ഒരു ബ്രേക്ക് വാട്ടർ പോലെ കെട്ടുന്നത്, അത് ഈ ബെർത്തിൻ്റെ ഹൈറ്റ് ഇത്രയും കൂടിയിരിക്കുകയാണ്. ഈ ഹൈറ്റിന് സൈഡിലായിട്ടാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിന് കെട്ടും പോലെ സ്റ്റോണ് പൊക്കി കെട്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ നമ്മുടെ നാച്ചുറൽ സാൻഡ്, അതായത് ട്രെഡ്ജ് ചെയ്ത മണൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ലെവലായപ്പോൾ നമുക്കത് മനസ്സിലായില്ലേ. ഇതാണ് ഇവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടൊരു വ്യൂവിൽ ആ പറയുന്ന പിന്നെ സ്റ്റോൺ കൊണ്ട് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ സൈഡ് ഫില്ല് ചെയ്തിട്ട് നാച്ചുറൽ സാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള റെഡി ആയിട്ടുണ്ട്. ഫില്ല് ചെയ്ത പാർട്ടാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഇതൊരു വലിയൊരു മാറ്റം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് ബെർത്തിൻ്റെ ഈ ഒരു വർഷം. അതായത് എനിക്ക് തോന്നുന്നത് 3-4 ദിവസത്തിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് അപ്ഡേഷൻ ഇട്ടതാണ്. അപ്പോഴത്തേക്കും ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വളരെ വേഗമാണ് ആ പണികളെല്ലാം പൂർത്തിയാക്കിയതുണ്ടോ. പണി പൂർത്തിയാക്കി സൈഡിൽ ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. മെയ് മാസത്തെ ഇനാഗുറേഷന് മുന്നോടിയായി തന്നെ വർക്കെല്ലാം തീർക്കണമെന്ന് വളരെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് ആ സ്പീഡിൽ തന്നെയാണ് വർക്ക് പോകുന്നത്. ഒരിടത്തും ഒരു ലാഗും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാൻഡിലിവർ റൈഡ് മൗണ്ട് കാൻഡിഗ്രൻ E01 ആണെന്ന് തോന്നുന്നു ബാക്കിൽ. E04 E05 ആണ്. ആ പോസ്റ്റ് മറിഞ്ഞ് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ബെർത്തിൻ്റെ പോർഷൻ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അതിൻ്റെ അപ്പുറത്തൊരു സ്പ്ലിറ്റ് ബാർജ് വരുന്നുണ്ടായിരുന്നു. സ്റ്റോൺ മാറ്റി സ്പ്ലിറ്റ് ബാർജുകൾ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു വ്യൂവിന്. നമുക്ക് അടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ എല്ലാം ഇതാ ലോറികളിലായിട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് നാച്ചുറൽ സാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. ചേഞ്ച് ചെയ്യും മണ്ണ് ഈ പറഞ്ഞ ഒരിടത്ത് നമ്മൾ ആ നാച്ചുറൽ സാൻഡ് മറ്റൊരിടത്ത് കൊണ്ട് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് നമ്മൾ കാണുന്നത്. ആ എക്സ്കവേറ്ററിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷനിലാണ് ബ്രേക്ക് വാട്ടർ കെട്ടുന്ന പോലെ നാച്ചുറൽ സാൻഡ് കൊണ്ട് കെട്ടിയിട്ടുള്ളത്. അവിടത്തേക്കാണ് മണൽ ഇനി അതായത് ഈ പറഞ്ഞ നാച്ചുറൽ സാൻഡ് കൊണ്ട് സെറ്റ് ചെയ്ത് ബെർത്തിങ് ലെവലിൽ നടക്കുന്നുണ്ടോ. ഇതെല്ലാം അതിൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം അതിൻ്റെ പാർട്ട് തന്നെയാണ് കേട്ടോ. ബെർത്തിൻ്റെ പണികളെല്ലാം വളരെ വേഗം തന്നെ നടക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ പ്രീവിയസ് വീഡിയോ കാണുന്നവർക്കും ബെർത്തിൻ്റെ അപ്ഡേഷൻ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് വളരെ നല്ലൊരു മാറ്റം തന്നെയാണ് ബെർത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ പറയാതെ തന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കും മനസ്സിലാവും. ബെർത്തിൻ്റെ വശത്ത് നല്ലൊരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. പിന്നെ വർക്കിൻ്റെ അപ്ഡേഷൻ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന അപ്ഡേഷൻ തന്നെയാണ് ബെർത്തിൻ്റെ സൈഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വർക്കുകൾ നമ്മളിങ്ങോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ ഈ കാണുന്ന എക്സ്കവേറ്ററൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും പിന്നെ നടക്കുന്നത് ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് കാൻഡിഗ്രൈനെ അതായത് നീങ്ങാൻ ആവശ്യമായിട്ടുള്ള റെയിൽസിൻ്റെ പണികളാണ്. അതിന് വേണ്ടിയുള്ള മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയാണ് എക്സ്കവേറ്ററെല്ലാം അവിടെ നിൽക്കുന്നുള്ളതുണ്ടോ. അതൊക്കെയാണ് നടക്കുന്നത് അവിടെ. പിന്നെ അടുത്തൊരു വ്യൂ ഞാൻ ഒന്ന് കാണിച്ചിട്ട് വേറൊരു വ്യൂ ഫ്രണ്ട്സ് ഉണ്ടോ. സ്ലാബെല്ലാം ഇതേപോലെ ക്രെയിൻ കൊണ്ട് പൊക്കിയെടുത്ത് ലോറിയിലേക്ക് അടുക്കി വയ്ക്കുകയാണുണ്ടോ. ആ ഒരു പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെങ്ങോല നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ മറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും കാണാൻ പറ്റുന്നില്ലേ. പിന്നെ ഇങ്ങനെയാണ് സ്ലാബെല്ലാം കയറ്റുന്നത് കണ്ടോ. വലിയ ട്രെയിലർ ലോറികളിലായിട്ടാണ് ഈ സ്ലാബ് ലെവൽ. ഇനി ആ ബാക്കിയുള്ള റിമൈനിങ് ഒരു 6-7 സ്ലാബ് അതിനകത്തുണ്ട്. അതും ഇതേപോലെ ബെർത്തിലേക്കാണ് ഇത് പോകുന്നുണ്ടോ. നമ്മൾ വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വലിയ സ്ലാബുകൾ തന്നെയാണ് ഇതെല്ലാം. ഉണ്ടോ, ആ നീളം തന്നെ കണ്ടാൽ മനസ്സിലാവും. ലോറീൻ്റെ പകുതിയോളം ആ സ്ലാബുണ്ട് ഉണ്ടോ. അത്രയും വലിയ സ്ലാബുകളാണ് ഫ്രണ്ട്സ്. ഇനി നമുക്ക് പോകേണ്ട ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയാണ് പോകുന്നത്. നമ്മളിരിക്കുന്നതിന് തൊട്ട് താഴെ കൂടി തന്നെ ലോറികൾ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഒട്ടനവധി ലോറികളാണ് ഡേ നൈറ്റിന് വേണ്ടി ഇതിന് വേണ്ടി പോകുന്നത് ഉണ്ടോ. വളരെ കൂടുതൽ ലോറി പോകുന്നുണ്ട്. പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. അതുമാത്രമല്ല, നമ്മൾ ഈ സ്ലാബ് നേരത്തെ കണ്ട സ്ലാബ് ഒരാൾ മുകളിൽ കയറിയിട്ട്
അത് ലെവൽ ചെയ്ത് പതുക്കെ താഴേലേക്ക് ലോറിയിലേക്ക് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നുണ്ടോ. ഇതാ ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതാ വെച്ചു. നമ്മൾ നേരത്തെ കണ്ട ലോറി കെട്ട സ്ലാബുകളെല്ലാം കണ്ടോ ഇവിടെ ആയിട്ട് നിങ്ങൾ നോക്കൂ, പല സ്ഥലങ്ങളിലായിട്ട് ധാരാളമായി പണി ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടോ. ഇതെല്ലാം ഒത്തിരി കാണാൻ സാധിക്കും. നിങ്ങൾ പതുക്കെ ഉണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ലാബുകളാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടോ. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ലപോലെ കാണാൻ സാധിക്കാത്ത, എന്നാലും ഒത്തിരി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇതിലേക്കാണ്, നമ്മൾ ബെർത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമ്മൾ കാണുകയുണ്ടായി. ബെർത്തിൻ്റെ വർക്കുകൾ വളരെ വേഗം വളരെ വ്യക്തമായിട്ട് പൂർത്തിയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. വ്യക്തമായിട്ടെന്ന് വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് പൂർത്തിയായിരിക്കുന്നു. വളരെ വളരെ മനോഹരമായ കാഴ്ചയാണ്. മനോഹരം എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു വളരെ സന്തോഷമായൊരു കാഴ്ച തന്നെയുണ്ട്. ഓരോ വർക്കും കംപ്ലീറ്റ് ആകുമ്പോൾ മാനസികമായിട്ട് നല്ലൊരു ഉണർവ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സന്തോഷം നമുക്കിവിടെ ഉണ്ട്. ബെർത്തിൻ്റെ പോസ്റ്റിൽ ഒരാൾ നടന്നു പോകുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പോകുന്നുണ്ടോ. ഇതാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റോണ്. വളരെ അധികം തന്നെ കഴിഞ്ഞിരിക്കുന്നു. കാരണം ബാക്കിയുള്ള വർക്കെല്ലാം നിങ്ങൾ കണ്ട ബെർത്തിൻ്റെ സൈഡിൽ നാച്ചുറൽ സ്റ്റോൺ ഇടുന്നുണ്ട്. ബ്രേക്ക് വാട്ടറിനേക്ക് നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകണം. അതിനാൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ആ പറയുന്ന വലിയൊരു മലയും നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മല വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതൊരു സന്തോഷമായ വാർത്തയാണ്. കാരണം വർക്കെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി കുറയുന്ന മീൻസ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ കുറഞ്ഞു. ഇതുവഴിയാണ് താഴേക്ക് ലോറികൾ വരുന്നത്. നമുക്കെല്ലാവർക്കും സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്നതാണ് ഉണ്ടോ. അതിൻ്റെ മുകളിൽ തന്നെ ഒരു എക്സ്കവേറ്റർ 2-3 ലോറികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ലോറികളൊക്കെ തലങ്ങും വിലങ്ങും ഡേ നൈറ്റ് ഓടിയിട്ടാണ് ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്യുന്നത്. ഒരു ലാഗും നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. പലയിടത്തും വർക്ക് ഫിനിഷ് ആയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് മെയ് മാസം ഇനാഗുറേഷനാണ്. അതിന് മുമ്പേ തന്നെ വർക്കെല്ലാം വളരെ സ്പീഡിൽ തന്നെ വർക്കെല്ലാം തീരും എന്നുള്ള മാറ്റമില്ല. കാരണം അതിനു വേണ്ടി തന്നെയാണ് ഈ ഡേ നൈറ്റൊക്കെ വർക്ക് പോകുന്നത്. ഇനി നമുക്ക് അടുത്തെത്തേണ്ടത് ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ നാച്ചുറൽ സ്റ്റോൺ പല സൈസിലായിട്ട് ഇവിടെ കൂട്ടിയിട്ടിരുന്ന് കാണാൻ സാധിക്കണ്ടോ. ഇതാ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും സ്ഥിരമായി പറയുന്നത് പോലെ തന്നെയാണ് ഇതാ ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കൂട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ലോറികളും നിരനിരയായി നിൽപ്പുണ്ട്. കാരണം നമ്മൾ രണ്ടാമത് കണ്ട വീഡിയോയിൽ അവിടെ സൈസ് അനുസരിച്ച് നാച്ചുറൽ സ്റ്റോൺ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ട്രഡ്ജിലും ഇഞ്ചിൻലെസ് ട്രഡ്ജിലും സ്പ്ലിറ്റ് ബാർജിലും ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജിലുമായിട്ട് സ്റ്റോണുകൾ ഈ പറയുന്ന എൻഡ് പോസ്റ്റിലേക്കാണ് കല്ലെത്തുന്നത്. അതിനു വേണ്ടിയുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് ഉണ്ടോ. ഇത്രയും നിരനിരയായിട്ട് ലോറി നിർത്തിക്കുന്നു. നമ്മളീ കാണുന്ന സ്ഥിരമായിട്ട് ഇതിനൊക്കെ ഈ ഇഞ്ചിൻലെസ് ബാർജ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളീ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചിൻലെസ് ബാർജ് നിറച്ച് സ്റ്റോണുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ. പല സൈസിൽ വെച്ചാൽ ഒരേ വലിപ്പത്തിലുള്ള പലതരം സ്റ്റോണുകളാണ് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിതാ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോണുകൾ തരംതിരിച്ച് ഇവിടെ ഫില്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നുണ്ടോ. കുറേ സ്റ്റാഫുകളെ നമുക്കവിടെ കാണാം ഉണ്ടോ. ഈ ബാർജ് ഏതാണ്ട് നിറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിതിൻ്റെ അകത്ത് ഇനി നമുക്ക് കുറച്ചപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടതുപോലെ സ്പ്ലിറ്റ് ബാർജ് തൊട്ട് താഴെ തന്നെ സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. ഇതാ നമ്മളെ ഫ്രണ്ടിൽ തന്നെ സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. അതിലേക്ക് നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഉണ്ടോ. ലോറികളിലായിട്ട് കൊണ്ടുവന്നിട്ട് നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നു. അതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ സ്ഥിരം പറയുന്നത് പോർട്ടിനകത്ത് എന്തെങ്കിലും ഒരു സൗണ്ടായിട്ട് വർക്കിൻ്റെ സൗണ്ടായിട്ട് കേൾക്കുന്നത് ഇതുപോലുള്ള സൗണ്ടുകളാണ് ഉണ്ടോ. അതാ തട്ടുന്നുണ്ട് ലോറിയിലായിട്ട്. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ കാണാത്തവർക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ആ സ്റ്റോൺ തട്ടുന്നുണ്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സ്റ്റോണിലാണ്. ഇവിടെ ഫില്ല് ചെയ്യുന്നത് 2-3 കിലോമീറ്ററോളം ഇതിൻ്റെ സൗണ്ട് തന്നെയുണ്ട്. അത്രത്തോളം ഹെവിയാണ് ഇതിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടുള്ള വ്യൂ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നുണ്ടോ ആക്രോപ്പടോ പറ്റി ലോറി പോകുന്നുണ്ടോ. പോകുന്നുണ്ട് ലോറി ഉണ്ടോ.
നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ആക്രോപോഡിൻ്റെ ഇടയിൽ കൂടി കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് ആക്രോപോഡുമായിട്ട് ലോറികൾ കടന്നു പോകുന്നു. അതിനർത്ഥം ഇവിടെ എല്ലാം ആക്രോപോഡുകൾ നിരത്തി കഴിഞ്ഞുകൊണ്ടോ ആക്രോപോഡിൻ്റെ വർക്ക് കുറച്ച് ഇങ്ങോട്ടുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം ആക്രോപോഡ് നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ ലോറികളാണ് എൻഡ് പോർഷനിലേക്ക് പോകുന്നത്. അതിൻ്റെ ആക്രോപോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആക്രോപോഡിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവരും അറിയാം. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചറിന് ഹെവി തിരമാല വന്നാൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ആക്രോപോഡ് ഇങ്ങനെ സൈഡിലായിട്ട് റൗണ്ട് ചെയ്ത് ഫില്ല് ചെയ്യുന്നുണ്ടോ. അതിനു വേണ്ടിയാണ് ഈ ലോറികളിലായിട്ട് ആക്രോപോഡ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ലോറികളിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇവിടുത്തെ നമുക്ക് എക്സ്റ്റൻഷൻ വർക്ക് ബ്രേക്ക് വാട്ടർ എക്സ്റ്റൻഷൻ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും എക്സ്റ്റൻഷൻ വർക്കുണ്ട്. നമുക്ക് ഈ എൻഡ് പോർഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. എൻഡ് പോർഷനിലേക്ക് ലോറികൾ വന്ന് കല്ല് ഡംപ് ചെയ്യുന്ന കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ അവിടെ ഉണ്ട് എൻഡ് പോർഷനിൽ. പിന്നെ പൊസിഷൻ പറഞ്ഞത് ഇവിടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ വശത്തെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോണുകളെല്ലാം. ഉണ്ടോ, നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ എഞ്ചിൻലെസ് ബാർജാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് സ്റ്റോൺ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ബ്രേക്ക് വാട്ടറിന് ആവശ്യമായ സ്റ്റോൺ ഇവിടെ നിന്ന് എക്സ്കവേറ്റർ വെച്ചെടുക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഇത് ഇവിടെയാണ് ആക്രോപോഡ് ലോറി ഏറ്റുന്നത്. ഇവിടെ ഒരു ലോറി നിൽപ്പുണ്ട്, ആക്രോപോഡിൻ്റെ ലോറി ഇവിടെ നിൽപ്പുണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഈ സ്ഥലത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഈ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ഈ ഭാഗത്തെല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവസാനമായിട്ടാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചറിന് ഡാമേജ് വരാതിരിക്കാനാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവസാനമായിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ. ഇത് ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിന് കിട്ടുന്ന അപ്ഡേഷൻ. പക്ഷേ ഏറ്റവും മനസ്സിന് സന്തോഷമായിട്ട് തോന്നിയത് നമ്മളെ ബെർത്തിൻ്റെ വർക്കാണ്. അവിടെ എല്ലാം നല്ല നീറ്റാക്കിയപ്പോൾ അത് കാണാനൊരു ഭംഗിയാണ്. ആ മണലെല്ലാം ലെവൽ ചെയ്ത് വളരെ വേഗത്തിൽ ലെവൽ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിനൊരു കുളിർമയെന്ന് പറഞ്ഞൊരു സന്തോഷം കിട്ടുന്നൊരു നിമിഷമാണ്. നമ്മളെ വിഴിഞ്ഞം വർക്കിൻ്റെ അപ്ഡേഷനും വിഴിഞ്ഞം വർക്ക് വളരെ വേഗം തീരുന്നു എന്ന് അറിയുമ്പോൾ, വർക്ക് പൂർണ്ണമായെന്ന് അറിയുമ്പോൾ നമുക്ക് ഏതായാലും ഒരു സന്തോഷം. നമ്മളെ വീഡിയോ കാണുന്നവർക്കും എനിക്ക് ഉൾപ്പെടെ വളരെയധികം സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് അപ്ഡേഷൻ എടുത്ത് തരുന്നത് കൂടെ എനിക്ക് ആ വർക്ക് കാണാൻ പറ്റുമല്ലോ. ആ ഒരു സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ ഓരോ അപ്ഡേഷൻ എടുക്കാൻ ഇവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക്. നമുക്കിനി ഈ വ്യൂവിൽ നിന്ന് പോർട്ടിനകത്ത് ബെർത്തിൻ്റെ സൈഡിലേക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ് നമ്മൾ നോക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ ഈ വശങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ കുറേ മണൽ കൂട്ടിയിടുന്നെല്ലാം മാറ്റിയപ്പോഴാണ് ബെർത്ത് കുറച്ച് ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ടോ. ഷിഫ്റ്റ് ഷോർഗനെല്ലാം ഇവിടെയാണുള്ളത്. STS 1 ST2ഉം. ഇവിടെ ഇതെല്ലാം ബെർത്തിൻ്റെ കോൺക്രീറ്റ് നേരത്തെ കണ്ട സ്ലാബെല്ലാം ഇങ്ങോട്ടാണ് ലോറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഈ വശത്തൂടെ ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകളും ആ സ്ഥലത്തുള്ള മണലെല്ലാം ലെവൽ ചെയ്ത് ഫില്ല് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഈ വശത്ത് കാണുന്ന വർക്ക് അപ്ഡേഷൻസ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിൻ്റെ ക്രെയിനുകളുടെ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യമായി നോക്കേണ്ട ഷെൻഹുവ 15 ആണ്. ഷെൻഹുവ 15ൻ്റെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ സ്പീഡ് 10.6 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. സ്റ്റാറ്റസ് അണ്ടർവേ യൂസിങ് എഞ്ചിൻ തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല എടുത്തു പറയേണ്ട ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞെന്ന് മാത്രമല്ല എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ എന്നുള്ള 30/12/2023 ഒരു ദിവസം കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ 31 ആണെങ്കിൽ ഇന്ന് 30 മാറിയിരിക്കുന്നു. ഞാൻ ഇൻഫോ റിസീവ് ചെയ്യുന്നത് 19/12/2023 11:39 PM ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കറക്റ്റ് സ്ഥലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിയറ്റ്നാം പിന്നിട്ട് സിംഗപ്പൂർ ലക്ഷ്യമാക്കി ഷെൻഹുവ 15 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഷെൻഹുവ 15 വരുന്നത്. വേണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷെൻഹുവ 15 വരുന്നത് ഇവിടെ നിന്നാണ്. ഷാങ്ഹായിലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ അപ്ഡേഷൻ. ഇങ്ങനെ ഒരു വ്യൂയിലേക്ക് പോകുന്നുണ്ടോ. ഷാങ്ഹായിലെ ചാൻസിങ് പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസിങ് ഐലൻഡ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിനകത്തുള്ള പോർട്ടിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഷെൻഹുവ 15 ക്രെയിനുമായി വരുന്നത്. പിന്നെ നമുക്ക് ഈ മാപ്പിൽ കാണുന്ന പോലെ ഇതുവഴി വന്നു. നമുക്കിവിടെ കാണാം ഉണ്ടോ. നമുക്ക് ഈസ്റ്റ് ചൈന സീയും തായ്വാനും ഇതെല്ലാം നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് ഹോങ്കോങ് കഴിഞ്ഞിട്ട് സൗത്ത് ചൈന സീയിലെത്തി. വിയറ്റ്നാമിനടുത്ത് നമ്മുടെ ഷിപ്പ് എത്തിയിരിക്കുന്നു. സിംഗപ്പൂർ ലക്ഷ്യമാക്കി ഇനി സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ ഇവിടെ ഇടയ്ക്കൊരു മലാക്ക കടലെടുക്കുണ്ട്. നമുക്കറിയാം മലാക്ക കടലെടുക്ക് വഴി
ശ്രീലങ്കയുടെ അടുത്തുകൂടിയാണ് നമ്മളെ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഷിപ്പിലേക്ക് പോകണം. ഇത് ഷെൻഹുവ 15 സ്റ്റാറ്റസാണ്. ഇനി നമുക്ക് അടുത്ത ഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഷെൻഹുവ 24 എവിടെ എത്തി നോക്കാം. അതേ വിഴിഞ്ഞത്തേക്ക് ക്രെയിനുമായി ക്രെയിൻ ഇറക്കിയിട്ട് വന്നു പോകുന്ന ഷിപ്പാണിത്. ഡെസ്റ്റിനേഷൻ ഷാങ്ഹായ് തന്നെയാണ് വെച്ച് പോയിട്ടുള്ളത്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ, ഹോങ്കോങ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. സ്പീഡ് നമുക്ക് നോക്കാം. സ്പീഡ് ഇതിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. 11.8 നോട്ടിക്കൽ മൈൽ സ്പീഡാണ്. 22/12/2023 ഷാങ്ഹായിലെത്തുന്നത്. ഇതാണ് ഷെൻഹുവ 24ൻ്റെ അപ്ഡേഷൻ. ഇനി 29ൻ്റെ അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഷെൻഹുവ 29 കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഷെൻഹുവ 29 സ്പീഡ് വളരെ കുറവ് തന്നെയാണ്. 7 നോട്ടിക്കൽ മൈൽ സ്പീഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഷെൻഹുവ 15 വിയറ്റ്നാം എത്തിയപ്പോൾ ഷെൻഹുവ നേർക്കുനേരെ വിയറ്റ്നാമിനോടൊന്ന് ഉറപ്പായിട്ടും ഷെൻഹുവ ഈ പറയുന്ന 29ഉം ഷെൻഹുവ 15ഉം നേർക്കുനേരെ കണ്ടിരിക്കും. ഇത് 23-ാം തീയതിയാണ് ഷാങ്ഹായിലെത്തുന്നത്. ഷാങ്ഹായ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്ഡേഷൻ ജസ്റ്റ് പോകുന്ന സ്ഥലം വ്യക്തമായിട്ട് ഇതാണ്. 3 നമുക്ക് വിഴിഞ്ഞത്തേക്ക് ട്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിൻ്റെ 3 കപ്പലിൻ്റെ സ്റ്റാറ്റസ് ഇതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം നമ്മളെ ഫാമിലി മെമ്പേഴ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.